സമ്പർക്കങ്ങൾ, സംസാരങ്ങൾ ഉണ്ടാകരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ കൂട്ടത്തിൽ നമുക്കൊക്കെ അറിയാമല്ലോ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നല്ലവണ്ണം പരിശ്രമവും ഇബാദത്തും ഒക്കെ നിറഞ്ഞിരുന്ന മഹാനായിരുന്നു. അൽഖമ റളിയല്ലാഹു അൻഹുവിന് കടുത്ത രോഗം ബാധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടു. എന്റെ ഭർത്താവ് അൽഖമ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കടന്ന് ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സന്ദർഭത്തിലാണ് നബിയെ. അതുകൊണ്ട് ഞാൻ തങ്ങളെ അറിയിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സ്വഹാബിമാരെ വിടുന്നു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. 3 പേരെയും വിട്ടിട്ട് പറയുന്നു, നിങ്ങൾ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകണം. വലഖിനൂഹു ഷഹാദ, ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. അവരങ്ങോട്ടെത്തി. അൽഖമ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ അവസ്ഥയിലാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഷഹാദത്ത് കലിമ അവർ ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷേ നാവ് വഴങ്ങി കിട്ടുന്നില്ല. നാവതിന് വഴങ്ങാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവർ വന്ന് വിവരം പറഞ്ഞു. തങ്ങൾ ചോദിക്കുന്നു, ബാപ്പ ഉമ്മമാരിൽ ആരെങ്കിലും ഹയാത്തിലുണ്ടോ? ഉണ്ട് നബിയേ, ഉമ്മയുണ്ട്. പ്രായാധിക്യമുള്ളൊരു ഉമ്മയുണ്ട്, വല്ലാതെ വയസ്സായിട്ടുണ്ട്. ആ ഉമ്മാനോടൊന്ന് വരാൻ പറ്റുമെങ്കിൽ വരാൻ വേണ്ടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ട് പറഞ്ഞു. വരാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയണം, ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലി, എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരികയോ? അത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകാം. ഒരു വടിയും കുത്തിപ്പിടിച്ച് പ്രായാധിക്യത്തിലുള്ള ഉമ്മ പതുക്കെ പതുക്കെ വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നപ്പോ ചോദിച്ചു, അൽഖമയുടെ മാതാവല്ലേ? അതെ. നിങ്ങൾ എന്നോട് സത്യം പറയണം, മറച്ചു വെക്കരുത്. മറച്ചു വച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹയി വരും. എങ്ങനെയാണോ സംഭവിച്ചത് അങ്ങനെ പറയണം. കൈഫ കാന ഹാലു വലദി അൽഖമ വലദിക അൽഖമ, നിങ്ങളുടെ മകൻ അൽഖമയുടെ അവസ്ഥ എന്താണ്? അൽഖമയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കാന കസീറസ് സ്വലാ കസീറസ് സിയാം കസീറസ് സദഖാ, കൂടുതൽ നിസ്കാരം, കൂടുതൽ നോമ്പ്, കൂടുതൽ ദാനധർമ്മം ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ അൽഖമയോട് നിങ്ങളുടെ അവസ്ഥ എന്താണ്? മകനെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ കൂടുതലുള്ള ആളാണെന്ന്. നിസ്കാരം കൂടുതലാണ്, നോമ്പും കൂടുതലാണ്, ദാനധർമ്മമൊക്കെ നല്ലോണം ചെയ്യുന്ന ആളാണ് അല്ലെ? ദീനീ ഖിദ്മത്തിലൊക്കെ ആള് വളരെ ഉഷാറാണ്. ജനങ്ങൾക്കിടയിലൊക്കെ എല്ലാ നിലക്കും എ മുതൽ സെറ്റ് വരെ ആള് ഉഷാറാണ്. പക്ഷെ വീട്ടകത്തിലുള്ള വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ അതും കൂടി വേണം അതിന്റെ കൂട്ടത്തിൽ പൂർത്തീകരിക്കുക. നിങ്ങളെ അവസ്ഥ എന്താ? മോനോട് നിങ്ങൾ ആ മകനോട് സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ? അനഅലൈഹി സാഖിത്വാ, ഉമ്മ പറഞ്ഞു, ഞാൻ ദേഷ്യത്തിലാണ്. എന്തേ അതിന് കാരണം? ഉമ്മാന്റെ മറുപടി, യാ റസൂലല്ലാഹ്, കാന യുസിറു സൗജതഹു വയുസീനി, എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോ സ്വന്തം സഹധർമ്മിണിക്ക് സ്ഥാനം കൊടുക്കും, എന്നോട് എതിര് ചെയ്യും. ഉമ്മാന്റെ റിസൾട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കൂല, അതൊന്നും അങ്ങോട്ട് യേശൂല. എന്താണോ ഭാര്യ പറയുന്നത് അത് കേൾക്കും, എന്നോട് എതിരെയും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മ അപ്പുറത്തുനിന്ന് കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. നമുക്ക് വേണ്ടി നമ്മുടെ മാതാവ് കരയരുത്. നമ്മുടെ വാക്കിന്റെ ചീഞ്ഞളിഞ്ഞ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റത്തിന്റെ ദൂഷ്യം കൊണ്ട്, സമ്പർക്കത്തിന്റെ പോരായ്മ കൊണ്ട് ഉമ്മ കരയുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഉപ്പ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകരുത്. നമ്മളെ ഭാര്യന്റെ വർത്തമാനം കേട്ടിട്ട് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഉമ്മ ആഗ്രഹിക്കരുത്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, നന്നായി ആലോചിക്കണം. നമ്മൾ ഖിദ്മത്ത് എടുക്കും പോലെ
നമ്മളെ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ യോഗ്യയാകണം നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, എല്ലാവരും. അതാണ് ജീവിതം, അതാണ് ശരിയായ ജീവിതം. ഉമ്മ പറഞ്ഞ വർത്തമാനം നോക്കി നിങ്ങൾ. കാന യുസിറു സൗജതഹു വയുസിനി, ഭാര്യക്ക് പ്രാമുഖ്യം കൊടുക്കും, എന്നോടെതിരെയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഇന്ന സുഖ്ത ഉമ്മി അൽഖമത ഹജബ ലിസാന അൽഖമ അനിശ്ശഹാദ. അൽഖമയുടെ മാതാവിന്റെ ദേഷ്യം ഷഹാദത്ത് മുടിയുന്നതിന് നാവിനെ തടഞ്ഞു വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല. സ്വഹാബിയാണ് സഹോദരങ്ങളെ, ചൊല്ലിക്കൊടുക്കുന്നതോ പ്രഗത്ഭരായ സ്വഹാബിമാരാണ്. പക്ഷേ മാതാവിന്റെ ദേഷ്യം ആ നാവിന് വഴങ്ങുന്നില്ല, കലിമ ചൊല്ലാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബിലാൽ നിങ്ങൾ പോയിട്ട് ധാരാളം വിറക് കൊണ്ടുവരൂ. ഉമ്മ ചോദിക്കുന്നു, എന്തിനാ നബിയേ വിറക്? കരിക്കാനാണോ? അതേ ഉമ്മ. ഉഹർരിഖുഹു ബിന്നാർ, തീ കൊണ്ട് ഞാൻ ആ മകനെ കരിക്കട്ടെ. ഉമ്മ ചോദിക്കുന്നു, വലദീ, എന്റെ മോനെയാണോ കരിക്കുന്നത്? മാതൃസ്നേഹം നോക്കണം സഹോദരങ്ങളെ. ഇത്രത്തോളം ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിച്ച ഉമ്മ വടിയും കുത്തിപ്പിടിക്ക് ചോദിക്കുന്നത് എന്റെ മോനെ കരിക്കാനാണോ? എന്റെ കൽബ് സഹിക്കൂല. എന്റെ മകനെ കരിക്കുന്നത് എന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, തീ കൊണ്ട് എന്റെ മകനെ കരിക്കുന്നത് എന്റെ മനസ്സ് സഹിക്കൂല നബിയേ. ഉമ്മാനോട് പറയുന്നു, എങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അദാബുല്ലാഹി അശദ്ദു വഅബ്ഖാ, അല്ലാഹുവിന്റെ ശിക്ഷ ഇതിനേക്കാളും കഠിനമാണ്. ആ ശിക്ഷ എന്നെന്നും ശേഷിക്കുന്ന ശിക്ഷയാണ്. പാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതം വാങ്ങാതെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവര്, സമ്മതം വാങ്ങാതെ കല്യാണം കഴിക്കുന്നവര്, സമ്മതം വാങ്ങാതെ പലയിടത്തേക്കും പോകുന്നവര് നല്ലോണം കരുതണം. സമ്മതത്തിന്റെ ഒരു കുറവ് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയാത്ത ഒരു വിഭാഗം മഹാന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം നരകം ഇടയിൽ അറാഫ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. വബൈനഹുമാ ഹിജാബ്, സ്വർഗ നരകത്തിന്റെ ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട്. ആ ഹിജാബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അറാഫിനെ പറ്റിയ. നരകത്തിന്റെ അത്ര ഇടങ്ങേറൊന്നുമില്ല, സ്വർഗത്തിന്റെ സുഖമില്ല. അറാഫിലുണ്ട് കുറെ ആൾക്കാർ, അവരൊക്കെ അടയാളം കൊണ്ട് തിരിച്ചറിയും, അറിയാതിരിക്കൊന്നുമില്ല. സ്വർഗക്കാരിടക്കിടക്ക് അവരിങ്ങനെ വിളിക്കും, എന്നിട്ട് പറയും മൻ സലാമുൻ അലൈക്കും, സ്വർഗക്കാരെ നിങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറയും. സ്വർഗത്തിൽ അവർ പ്രവേശിക്കൂല. മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട് സ്വർഗത്തിൽ കിടക്കാൻ. നരകത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചു കൊടുത്ത അപ്പൊ അവര് പറയും, നരകക്കാർ കൂടെ ഞങ്ങൾ ആക്കല്ലേ അല്ലാഹ് എന്ന് പറയും. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആരാണ്? ശുഹദാക്കൾ. പാപ്പാന്റെ ഉമ്മാന്റെ സമ്മതല്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് ഷഹീദായി എന്നുള്ള നിലക്ക് നരകത്തിലിടാൻ പറ്റൂലല്ലോ. വലിയ മഹത്തുള്ളതല്ലേ. ഒരൊറ്റ തുള്ളി രക്തം തായോട്ടുറ്റിയാൽ തന്നെ വലിയ വലിയ സ്ഥാനം കിട്ടുന്നവരാണ് ശുഹദാ. പക്ഷേ ബാപ്പാന്റെ ഉമ്മാനൊരു സമ്മതത്തിന്റെ കുറവ് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല. ബാപ്പാന്റെ ഉമ്മാന് സമ്മതല്ലാതെ ഏതെങ്കിലും ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ, അനുവദിക്കപ്പെട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ത്വലബുൽ ഇൽമു മാത്രമാണ്. വിജ്ഞാനം ശേഖരിക്കൽ സ്വീകരിക്കൽ മാത്രം. ഹജ്ജിന് പോകാൻ വരെ സമ്മതം വേണമെന്നാണ് കണക്ക്. ചെറിയൊരു സംഗതിയല്ല. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം പരിഗണിക്കണം. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് കഠിനമാണ്, എന്നൊന്നും ശേഷിക്കുന്നതാണ്, സഹിക്കാൻ കഴിയൂല. ഫഇൻ സറക യഗ്ഫിറല്ലാഹ്, ഫഇൻ സറകി, ഉമ്മ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ
അള്ളാഹു നിങ്ങളെ മകന് മാപ്പ് കൊടുക്കണമെന്ന് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ ആ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഫവല്ലദീ നഫ്സീ ബിയദിഹി ലാ യൻതഫിഉ അൽഖമത ബിസ്വലാത്തിഹി. അൽഖമ റളിയല്ലാഹു അൻഹു നിസ്കാരം കൊണ്ട് ഉപകാരം കിട്ടിയിട്ടില്ല. വലാ ബിസ്വയാമിഹി, നോമ്പ് കൊണ്ടും ഉപകാരം കിട്ടൂല. സ്വദഖ കൊണ്ടും ഉപകാരം കിട്ടൂല. മാ ദുംതി അലൈഹി സാഖിത്വാ. നിങ്ങൾ ആ മകനോട് എപ്പോഴും കോപത്തിലാണോ, ദേഷ്യത്തിലാണോ? കുറെ നിസ്കാരമുണ്ട് എന്നല്ലേ പറഞ്ഞത്, കുറെ നോമ്പുണ്ട് എന്നല്ലേ പറഞ്ഞത്, കുറെ ദാനമുണ്ട് എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടൊന്നും ഉപകരിക്കൂല. ആ സമയത്ത്, അവസാന സമയത്ത് ഉമ്മ പറഞ്ഞു, ഉഷ്ഹിദുക, നിങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ നബിയെ. ഉഷ്ഹിദുല്ലാഹ തആല വ മലായികതഹു, അല്ലാഹുവിനെയും മലക്കുകളെയും സാക്ഷ്യപ്പെടുത്തട്ടെ. ഇവിടെ ഹാജരായ മുസ്ലിങ്ങളെ മൊത്തം സാക്ഷ്യപ്പെടുത്തട്ടെ. അന്നീ ഖദ് റളീതു അൻ വലദി അൽഖമാ, എന്റെ മകൻ അൽഖമക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയെ, ഞാൻ തൃപ്തിപ്പെട്ടു കൊടുത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇൻതർഖീലഹി യാ ബിലാൽ, ഒന്ന് പോയി നോക്കണം ബിലാലേ, കലിമ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. അതേ, അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു അടുത്ത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഉള്ളിൽ നിന്ന് ഉറക്കെ ചൊല്ലുന്നത് കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങോട്ട് കയറുമ്പോഴേക്ക് അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് പിരിഞ്ഞു. അവസാനത്തെ ഒരു ടൈം ബിലാൽ റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ബാക്കിയുള്ള സഹാബിമാരൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ടു, ആ പൊരുത്തപ്പെട്ട കാരനാണ് ഇപ്പൊ നാവിന്റെ തടസ്സം നീങ്ങിയിട്ട് കലിമ ചൊല്ലിയത്, അതുകൊണ്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടാൻ വേണ്ടി ജന്നത്തുൽ ബഖീൽ ഒരുമിച്ചുകൂടി ആളുകളോടൊക്കെ ഖബറിന്റെ സമീപത്ത് വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം കൊടുത്തു, യാ മാശറൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, ഞാനൊരു കാര്യം പറയട്ടെ. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി, മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി, സ്വന്തം മാതാവിനെക്കാളും ഭാര്യയെ ഒരാൾ പരിഗണിച്ചാൽ, ഭാര്യക്ക് മഹത്വം കൊടുത്താൽ, ഉമ്മാനെ ചവിട്ടി തേച്ചാൽ, ഉമ്മ പറഞ്ഞൊന്നും കേട്ടില്ല എന്നർത്ഥം. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളെ ലഅനത്തുണ്ട്, എല്ലാ നല്ല മനുഷ്യന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശാപം അവനുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, ഒരു ഫർളും ഒരു സുന്നത്തും അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇല്ലാ അൻ യതൂബ ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടല്ലാതെ, എന്നിട്ട് ഉമ്മാനെ പൊരുത്തം കിട്ടിയിട്ടല്ലാതെ അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഫരിളല്ലാഹി അസ്സ വജല്ല ഫീ റിളാഹാ വസുഖ്തുല്ലാഹി ജല്ല ജലാലുഹു ഫീ സുഖ്തിഹാ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീൽ ഒരുമിച്ച് കൂടിയ മുഹാജിരീങ്ങളോടും അൻസാറുകളോടും വലിയൊരു ഉപദേശം നടത്തിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മയോട് ഉപ്പയോട് തട്ടിക്കയറി സംസാരിക്കാതെ അവരെ പൊരുത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മാതാവിനും പിതാവിനും സന്തോഷകരമാകുന്ന രീതിയിൽ ഖിദ്മ ചെയ്തിട്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ ജീവിതത്തിൽ നോക്കണം. അവരെ പൊരുത്തവും സന്തോഷവുമുണ്ടോ, ഏത് ഉയർന്ന സ്ഥാനത്തേക്കും ഉയരാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മാതാവിനെ ഖിദ്മത്തിന് തങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും മറ്റു മാതാക്കൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദിയ വന്നാൽ, തങ്ങളെ അടുത്തേക്ക് വസ്ത്രങ്ങൾ ആരെങ്കിലും ഹദിയയായി കൊണ്ടുവന്നു കൊടുത്താൽ, അതുപോലെ തന്നെ കാരക്ക കൊട്ടകൾ വന്നാൽ അതിൽ നിന്ന് ഒരു 4 തരം